السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. وقد قال سيدنا محمد صلى الله عليه وسلم: كلكم راع وكلكم مسؤول عن رعيته. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പ്രസ്ഥാന നേതാക്കളെ, മഹത്തായ ഈ സമ്മേളനത്തിലെ പ്രതിനിധികളായ പ്ലാറ്റൂൺ അംഗങ്ങളെ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം അതിൻ്റെ പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തിവരികയാണ്. ഈ സമ്മേളനത്തിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ പ്രധാന സന്ദേശമായി ഉയർത്തിപ്പിടിക്കുന്നത് ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയമാണെന്ന് നേരത്തെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മളെല്ലാവരും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാവശ്യമാണെങ്കിലും എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്താൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളി പിന്നീട് ആവശ്യമുണ്ടാവുകയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സന്ദേശമാണ് ഇവിടെ ആദ്യമായി നമുക്ക് നൽകാനുള്ളത്. അവിടുന്ന് പറഞ്ഞു: വകുല്ലുക്കും റാ, നിങ്ങൾ ഓരോരുത്തരും അധികാരങ്ങളുള്ളവരാണ്, ഭരണാധിപന്മാരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി, അവരവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും പ്രജകളെക്കുറിച്ചും തീർച്ചയായും സ്രഷ്ടാവിന്റെ ചോദ്യമുണ്ടാകും. വളരെ ഗൗരവതരമായ ഒരു സന്ദേശമാണ് നബിതങ്ങൾ ഇവിടെ നൽകിയത്. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക എന്ന ഒരു ബോധത്തിലേക്ക് പുതിയ കാലഘട്ടത്തിലെ ജനതയെ കൊണ്ടുവരികയാണ് SYS ഈ പ്രമേയം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ്. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണവും വികസനവും അത് സാധ്യമാകുക എന്ന ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് എന്നിലൂടെ മാത്രമേ ആകാവൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. രാജ്യത്തിന് ഗുണകരമായതിന് സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിന്റെ ഇടുങ്ങിയ കോണിലൂടെ നോക്കിക്കാണാതെ നന്മയെ നന്മയായി കാണാനും അതിനെ പിന്തുണക്കാനും നമുക്ക് സാധിക്കണം. രാഷ്ട്രത്തിന് വിരുദ്ധമായും അതിന്റെ തകർച്ചയ്ക്ക് ഹേതുകമായും ഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ
തെറ്റായി തന്നെ നമ്മൾ മനസ്സിലാക്കിയതിനെ തിരസ്കരിക്കാനുള്ള ആർജവും നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ SYS ഉയർത്തിപ്പിടിക്കുന്നത് സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനുമപ്പുറം അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ സങ്കുചിത കക്ഷിരാഷ്ട്രീയത്തിനുമപ്പുറം മനുഷ്യപ്പറ്റുള്ള ഒരു രാഷ്ട്രീയത്തെയാണ് SYS അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ യുവത്വത്തെയാണ് പ്രധാനമായും ഈ പ്രമേയത്തിലൂടെ SYS ഉന്നം വെക്കുന്നത്. കാരണം യുവത്വത്തിന്റെ മഹത്വം നമുക്കറിയാം. ജീവിതയാത്രയിലെ ഏറ്റവും പുഷ്കലമായ ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. മുതിർന്നവരെയും കുട്ടികളെയും ഇവിടെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് യുവാക്കൾ. സമൂഹത്തിന്റെ നടുക്കഷ്ണമാണ് യുവത്വം. അവർക്കാണ് ഏറ്റവും അധികം ഉത്തരവാദിത്വ ബോധം ഉണ്ടാകേണ്ടത്. നമ്മുടെ രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്ന പട്ടാളക്കാർ അവർ യുവാക്കളാണ്. യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളുമൊക്കെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഘടകം രൂപീകരിച്ച് സംവിധാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും യുവജനങ്ങളെ ആശ്രയിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്തായ ഒരനുഗ്രഹത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണാനും ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടി അവിടുന്ന് പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്ഹത്തു വൽ ഫറാ. അല്ലാഹു നൽകിയ രണ്ട് വലിയ അനുഗ്രഹങ്ങൾ, അവയെ ഉപയോഗപ്പെടുത്തുന്നതിൽ അധിക ആളുകളും പരാജയത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ യുവത്വവും ജീവിത തിരക്കുകൾക്കിടയിൽ ഒഴിഞ്ഞു കിട്ടുന്ന സമയവുമാകുന്ന അനുഗ്രഹങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി ബാധ്യത നിർവഹിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് നിർവഹിക്കപ്പെടാതെ പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന സന്ദേശവും കൂടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. ലാ തസൂല ഖദമ ബിനി ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസ്. പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ 5 അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിന്നേടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാല് മാറ്റി ചവിട്ടാൻ നമുക്ക് സാധിക്കുകയില്ല. അതിലൊരു ചോദ്യം വഅൻ ശബാബിഹി ഫീമ അബ്ലാ. തന്റെ യൗവനം എന്ത് കാര്യത്തിലാണ് നാം തുലച്ചു കളഞ്ഞത് എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിനാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഘട്ടം അത് യുവത്വത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ SYS ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്നാൽ നമ്മളെ രാജ്യത്തിന്റെ
നിർമ്മിതിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഏറ്റവും വലിയ ചാലക ശക്തികളായി വർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഒരു കുടുംബത്തിലുള്ള ഒരു സാധാരണ ഒരു കുടുംബനാഥനായ ഒരാൾ, അയാൾക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക ഉത്തരവാദിത്വ ബോധം എന്താണ്? എനിക്ക് 2 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്, 3 മക്കളെ പഠിപ്പിക്കാനുണ്ട്, അവർക്ക് വീട് വെക്കേണ്ടതുണ്ട്. ഈ ചെറിയ ഒരു അജണ്ടയെക്കുറിച്ച് അയാൾക്കൊരു ബോധമുണ്ടായാൽ അയാളുടെ പ്രവർത്തനം തീർച്ചയായും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനമായിരിക്കും. ആയുസ് അയാൾ വെറുതെ കളയുകയില്ല. ഈ ബാധ്യത നിർവഹിക്കാൻ അയാൾ ഏതറ്റം വരേക്കും പോകും. എന്നാൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഈ ദൗത്യം മാത്രം നിർവഹിക്കേണ്ടവരല്ല യുവാക്കൾ. അവർക്ക് ധാരാളം ഉത്തരവാദിത്വങ്ങളുണ്ട്. സ്വന്തം കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ അവർ നോക്കുന്നതോടൊപ്പം ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തം അവർക്കുണ്ട്. രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തം അത് വലുതാണ്. അരാഷ്ട്രീയത പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. യുവജന സംഘങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും NGOകളും അടക്കം ഇപ്പോൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ മുമ്പിലേക്ക് പല രീതിയിൽ കടന്നു വരേണ്ട, സമര ഗോതയിലേക്ക് ഇറങ്ങി വരേണ്ട അനേകം ഇഷ്യൂസുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിലൊന്നും ഇടപെടാൻ പുതിയ കാലത്തെ യുവജനങ്ങളെയോ പുതിയ തലമുറയോ നമ്മൾ കാണുന്നില്ല. അവരധികവും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന എപ്പിക്കൂറിയൻ സിദ്ധാന്തത്തിന്റെ പിന്നാലെ പോകുന്നതായാണ് നമ്മൾ കാണുന്നത്. രാജ്യം എന്തായാലും പ്രശ്നമില്ല, ഇവിടെ എന്ത് നടന്നാലും എനിക്ക് പ്രശ്നമില്ല, ഞാനും എന്റെ ലോകവും എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്നയിടത്ത് നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങാനാണ് SYS ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, അൽ മുഅ്മിനു ഇൽഫും മഅ്ലൂഫ്. ഒരു വിശ്വാസി എപ്പോഴും ജനകീയനായിരിക്കണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി ഇണങ്ങാനും ഇങ്ങോട്ട് ആവശ്യങ്ങളുമായി വരുന്നവരോട് വഴങ്ങാനും തയ്യാറാവണം. വലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫ് വലാ യുഅ്ലഫ്. ജനങ്ങളിലേക്ക് ഇറങ്ങാതെ, അവരെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാതെ, അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ അന്തർമുഖനായി ഉള്ളിലേക്ക് വലിഞ്ഞു ജീവിക്കുന്ന മനുഷ്യനിൽ നിന്ന് സമൂഹത്തിനൊരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം അത് നിലനിൽക്കുമ്പോഴാണ് ഈ ലോകം തന്നെ നിലനിൽക്കുക. നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് അഭിമാനകരമായ ഒരു രാജ്യമാണ്. ലോകത്തിന് തന്നെ സമാനതകളില്ലാത്ത പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള രാഷ്ട്രീയ ചരിത്രമുള്ള നാടാണ് ഇന്ത്യ. അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കാലുകുത്തിയ മണ്ണാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയിൽ മനുഷ്യന് പറയുന്ന പേര് തന്നെ ആദ്മി എന്നാണെങ്കിൽ ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് ആ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്ര പഴക്കമുള്ള പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ട്. സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് നമ്മുടെ ഇന്ത്യ. മാനവ വിഭവശേഷിയിൽ ചൈനയെ മറികടന്ന് നമ്മൾ മുന്നിലെത്തിയെന്ന് ഇന്നത്തെ പത്രവാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ലോകത്തെ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം. വിഭവങ്ങളുടെ കലവറകളാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത്. ലിപിയുള്ളതും ഇല്ലാത്തതുമായ 1652 ഭാഷകളുള്ള ലോകത്തെ തുല്യതയില്ലാത്ത ഒരു രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം. നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രം രൂപപ്പെട്ടത്? 2000-ലേറെ നാട്ടുരാജാക്കന്മാരായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ കൈവശം വെച്ച് ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉപഭൂഖണ്ഡത്തിന്റെ നാമമാണ്, ഒരേകീകൃത രാജ്യമായിരുന്നില്ല. എന്നാൽ ഈ രാഷ്ട്രത്തെ ഒരേകീകൃത രാജ്യമാക്കി കൊണ്ടുവരുന്നത് മുസ്ലിം ഭരണാധികാരികൾ വന്നത് മുതൽക്കാണ്. അങ്ങനെ ഉണ്ടായിത്തീർന്ന ഈ വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത ഗോത്രങ്ങളും ജാതികളുമൊക്കെ ഉണ്ടെങ്കിലും
ഈ രാജ്യത്തെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മനോഹരമായ ഈ വൈവിധ്യങ്ങളെയൊക്കെ നിലനിർത്തി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പൂർവ്വസൂരികളായ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് ഇന്ത്യ എന്ന രാഷ്ട്രം ഇവിടെ നിലനിൽക്കുക എന്ന് ആദ്യകാലം മുതൽക്കുള്ള ഇന്ത്യക്കാർക്ക് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 855 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ആരും ഈ രാഷ്ട്രത്തെ ഒരു മുസ്ലിം രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ ആ ചരിത്രം നന്നായി അനുസ്മരിക്കണം. 8.5 നൂറ്റാണ്ടിലേറെക്കാലം തുടരെ മുസ്ലിമീങ്ങൾ ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിലൊന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരവും നടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ ചേർത്തു പിടിച്ചാണ് നമ്മളെ ആ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളൊക്കെയും ഈ രാജ്യത്തെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പൈതൃകവും പാരമ്പര്യവും ഇവിടെ നിലനിർത്താനായിരുന്നു സ്വതന്ത്രാനന്തര ഇന്ത്യയിലും പരിശ്രമമുണ്ടായത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവര് ചെയ്തതെന്താണ്? ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന സിദ്ധാന്തമായിരുന്നു. മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും ഇതര മതവിഭാഗങ്ങളെയും പരസ്പരം തമ്മിലടുപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കോപ്രായങ്ങൾ അവർ കാണിച്ചു. പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ അവർക്ക് അരോചകമായ പലതും കൊണ്ടിട്ട് സാമൂഹികമായ അല്ലെങ്കിൽ മതപരമായ സംഘടനകൾ ഉണ്ടാക്കാൻ അവർ ഒരുമ്പെട്ടു. ചരിത്രങ്ങളെ തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരന്റെ എല്ലാ ഗൂഢതന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാരൊറ്റക്കെട്ടായി അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരം നയിച്ചത് എന്തുകൊണ്ടാണ്? അവര് ഇന്ത്യക്കാരെ ഐക്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല ഇവിടെ ഭരണം കൈയാളിയത്. അവര് റെയിൽ പാളങ്ങളെല്ലാം നിർമ്മിച്ചത് ഇന്ത്യയുടെ സമ്പത്ത് തട്ടിക്കൊണ്ടുപോകാനായിരുന്നു. മുസ്ലിമീങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഇന്ത്യ എങ്കിൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ ലോകത്തെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത്. പക്ഷേ ഇന്ത്യക്കാരന്നും ചിന്തിച്ചു, നമ്മളെ ഈ വൈവിധ്യത്തെ കാത്തു സൂക്ഷിച്ച് ഇന്ത്യക്കാർ ഒരു കുടുംബമാണ്, ഒരു വീട്ടുകാരെ പോലെയാണ്. ഒരു വീട്ടിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാവണമെങ്കിൽ ആ വീട്ടിലുള്ളവർ ഐക്യത്തിൽ നിൽക്കണം. അതുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യമായ മതേതരത്വവും ബഹുസ്വരതയും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകണം എന്നതാണ് നമ്മുടെ ഭരണഘടന ശില്പികളും സ്വാതന്ത്ര്യ സമര സേനാനികളും ആഗ്രഹിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇവിടെയുള്ള 1,900 ദൈവവിശ്വാസങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഭരണഘടന ആരംഭിക്കുന്നതിന് പകരം നാം ഇന്ത്യൻ ജനത എന്ന അതിമഹത്തായ ഈ ബഹുസ്വരതയെ വാരിപ്പുണരുന്ന ഒരു വാക്കുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അതിന്റെ ആമുഖം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഈ രാജ്യം മുന്നോട്ട് പോയപ്പോഴാണ് ഇന്ത്യ വിട്ടുപോയ ബ്രിട്ടീഷുകാര് അന്ന് പ്രവചിച്ചിരുന്നു, ഇത്രയും വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഇന്ത്യ അത് നിലനിൽക്കുകയില്ല, അത് പൊട്ടിപ്പിളർന്ന് അത് നിലനിൽക്കാതെ പോകുമെന്ന് പറഞ്ഞെങ്കിലും 70 പിന്നിട്ടിട്ടും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാനുള്ള ഇന്ത്യൻ ജനതയുടെ സന്നദ്ധതയാണ്. 1990കളിൽ ഒരു സോവിയറ്റ് റഷ്യയുടെ ഒരു വിദേശകാര്യമന്ത്രി ഇന്ത്യ രാജ്യം സന്ദർശിച്ച് തിരിച്ചുപോയപ്പോൾ അദ്ദേഹവും പത്രക്കാരുമായുള്ള ഒരു അഭിമുഖം അന്നൊരു പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, ഇന്ത്യ സന്ദർശിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം അന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇന്ത്യ വിട്ടുപോകുമ്പോൾ എനിക്ക് ദൈവവിശ്വാസം വന്നിരിക്കുകയാണ്. അത്ഭുതത്തോടെ പത്രക്കാർ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, 1000-ലധികം ഭാഷകളും സംസ്കാരങ്ങളും വേഷഭൂഷാദികളും ഭക്ഷണത്തിലും ജോലിയിലും സംസ്കാരത്തിലുള്ള വൈവിധ്യങ്ങളും ഈ നിലക്കെല്ലാം
വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം ഒരു രാഷ്ട്രമായി ഒറ്റക്കെട്ടായി നിലനിൽക്കണമെങ്കിൽ അത് ദൈവകൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതാണ് എനിക്ക് ദൈവമുണ്ട് എന്ന് ബോധ്യം വരാനുള്ള കാരണമെന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞുവെങ്കിലും ഇവിടെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യൻ ജനതയുടെ മനസ്സ് ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ അതിന്റെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 26 വ്യത്യസ്ത മതവിശ്വാസികൾക്ക് അവരെ മതവിശ്വാസത്തിന്റെ ആചരണത്തിനും പ്രചരണത്തിനും വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നടത്താനുള്ള സ്വാതന്ത്ര്യം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. വ്യക്തി നിയമങ്ങൾ അതാത് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. പാശ്ചാത്യ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് മതനിരാസമാണെങ്കിൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളലാണ്. അതാണ് ഇന്ത്യൻ ജനതയെ ഐക്യപ്പെടുത്തി ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതെങ്കിൽ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യയുടെ ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുന്ന ചിന്ത സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ്. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നാം നിഷ്ക്രിയരായി അതെന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിന്നാൽ ഇവിടെ നശിക്കാൻ പോകുന്നത് ഈ പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതേതരത്വത്തിന് വെല്ലുവിളിയായ പല സംഭവങ്ങളും സമീപകാലത്ത് ഇവിടെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതി നമുക്കറിയാം. ഒറ്റക്കെട്ടായി ഇന്ത്യക്കാർ അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അവിടെ അവസാനിപ്പിക്കാറായിട്ടില്ല. 1995 പൗരത്വ നിയമത്തെയാണ് പിന്നീട് ഭേദഗതി വരുത്തുന്നത്. 95 പൗരത്വ നിയമം എന്തായിരുന്നു? 12 വർഷം മതിയായ രേഖകളോടെ ഇന്ത്യയിൽ താമസിച്ച ആർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ് എന്നായിരുന്നു അന്നുണ്ടായിരുന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട നമ്മുടെ നിയമം. 2019 ഭേദഗതി വരുത്തിയപ്പോൾ പിന്നീട് വന്നതെന്താണ്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ നാടുകളിൽ നിന്ന് വന്ന ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, ജൈന, പാഴ്സി മതക്കാർക്ക് 6 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ അവർക്ക് ഈ രാജ്യത്തെ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം. ഇവിടെ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് അപേക്ഷിച്ചാൽ കൊടുക്കുകയില്ല. അതിന് ബന്ധപ്പെട്ടവർ നിരത്തിയ കാരണങ്ങൾ എന്താണ്? മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി വന്നവരായിരിക്കും. അല്ലാത്ത മതക്കാരൊക്കെ അവിടുത്തെ പീഡനം സഹിക്കാതെ വന്നതായിരിക്കും. ഈ രീതിയിലെ വിചിത്രമായ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്. ഇന്ത്യൻ ഭരണഘടന അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് അവകാശമായി അംഗീകരിച്ചിട്ടുള്ള സമത്വം എന്ന് പറയുന്ന അതിന്റെ ആദർശമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ ഒരാശയത്തിലേക്ക് ഇവര് വരാൻ ചില കാരണങ്ങൾ ചില ആളുകൾ ഇവിടെ വിശകലനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആസാമിലെ കുടിയേറ്റം ഒരുപാട് കാലമായതൊരു പ്രശ്നമാണ്. അവിടെ പല രീതിയിലുള്ള സമര കോലാഹലങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടെ കുടിയേറിയവരെ കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയപ്പോൾ 26 ലക്ഷത്തോളം ആളുകളാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവിടേക്ക് കുടിയേറിയിട്ടുള്ളത് 26 ലക്ഷത്തോളമാണ്. നേരത്തെ പലരും കരുതിയത് അവരെല്ലാം മുസ്ലിമീങ്ങളായിരിക്കുമെന്നാണ്. പക്ഷേ പഠനം പുറത്തു വന്നപ്പോഴാണ് അതിൽ 19 ലക്ഷവും ഹൈന്ദവ സഹോദരങ്ങളാണ് എന്ന് പറയുന്നു. അതിർ പ്രദേശങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഈ കുടിയേറ്റവും കുടിയിറക്കപ്പെടലുമൊക്കെ. പക്ഷേ അതിൽ വളരെ ചുരുങ്ങിയൊരു വിഭാഗമാണ് മുസ്ലിങ്ങളെങ്കിലും മഹാഭൂരിപക്ഷവും ഹൈന്ദവ സഹോദരന്മാരാണ്. എന്നാൽ ഇവരെ എങ്ങനെ നാട്ടിൽ നിന്ന് പുറത്താക്കും? അത് പറ്റില്ലല്ലോ. അപ്പൊ അത് നിയമവിധേയമാക്കാനും മുസ്ലിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു കുരുട്ടുബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭേദഗതി കൊണ്ടുവന്നത് എന്ന്
വിദഗ്ധരായ ചില ആളുകൾ വിശകലനം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇവിടെ വേറെയും ചോദ്യങ്ങളില്ലേ? അവര് പറഞ്ഞതെന്താ? പീഡിപ്പിക്കപ്പെട്ട ഒരു രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടവർക്ക് അഭയം കൊടുക്കുക എന്നത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അനുസരിച്ചാണ് ഈ മതവിഭാഗങ്ങൾക്ക് ഇവിടെ പൗരത്വം അനുവദിക്കുന്നത് എന്നാണ്. എന്നാൽ അവിടെ പാർലമെന്റിലടക്കം ചോദ്യമുയർന്നു. പീഡിപ്പിക്കപ്പെട്ടവരുള്ള ദയയാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ദളിതരായ തമിഴർ എത്രയാണ് ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നത്? എന്തുകൊണ്ട് അവർക്ക് നമ്മൾ അഭയം കൊടുക്കുന്നില്ല? ആ ചോദ്യത്തിന് ഉത്തരമുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മ്യാൻമറിൽ നിന്നതാ പാതിബന്ധ ശരീരവുമായി ജീവനും കൊണ്ടോടി ഇന്ത്യയിലേക്ക് അഭയം തേടി വന്ന പേരിലെ അവർക്കെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അത് ഇന്ത്യയുടെ അയൽ രാജ്യമല്ലേ? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാകാഞ്ഞിട്ടുകൂടി അവിടുന്ന് വരുന്നവർക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അയൽ രാജ്യങ്ങളായ നമ്മുടെ ശ്രീലങ്കയിൽ നിന്നും അതുപോലെ മ്യാൻമറിൽ നിന്നും വരുന്നവർക്ക് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വത്തെ ക്ഷതപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതിന് ആഹ്വാനങ്ങളോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതോ അല്ല. ഇന്ത്യ നിലനിന്നത് ഈ ഐക്യത്തിലാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് അത് വിഘടിച്ച് പരസ്പരം കലഹിക്കാൻ തുടങ്ങിയാൽ അത് അധികാരത്തിലേക്കുള്ള കുറുക്കുവഴിയായി ചിലർക്ക് താൽക്കാലികമായി ലഭിക്കുമെങ്കിലും ആത്യന്തികമായി തകരാൻ പോകുന്നത് ഒരു രാജ്യമായിരിക്കുമെന്ന വസ്തുത ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്തേണ്ടത് യുവജന സംഘങ്ങളുടെ ബാധ്യതയാണ്. അതാണ് SYS നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മതേതരത്വത്തിന്റെ കാവലാളകളാകാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടന വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരാശയമാണത്. അല്ലാതെ പെട്ടെന്ന് ആലോചനയില്ലാതെ അവര് തീരുമാനിച്ചതല്ല. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ മതേതരത്വത്തിന്റെ സംരക്ഷണം. അത് ഇവിടെ നിലനിർത്തുക എന്നത് ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ ഈ സന്ദേശത്തെയും ഈ ആദർശത്തെയും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് മുത്തലാഖുമായി ബന്ധപ്പെട്ട ഓർഡിനൻസും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 2002 ഷമീം ആറ കേസിൽ 5-ൽ 3 ജഡ്ജിമാരുടെ വിധി അനുസരിച്ച് തന്നെ മുത്തലാഖ് അസാധുവാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും വേർപിരിയുന്ന സമയത്ത് ഭർത്താവിന് 3 തവണ ത്വലാഖ് ചൊല്ലാനുള്ള അധികാരമുണ്ട്. അത് ഘട്ടം ഘട്ടമായി ചൊല്ലുകയാണ് വേണ്ടത്. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ 3ഉം ഒന്നിച്ചു ചൊല്ലാമെന്ന് മതം അംഗീകരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ സ്ത്രീയുടെ കൂടി ആവശ്യമായിരിക്കും. അവൾക്കും ഇവനിൽ നിന്ന് വിമോചിതനായി പോകാൻ ആവശ്യം വന്നേക്കാം. അത് ഇസ്ലാമിൽ അനുവദിച്ച ഒരു സംഗതിയാണ്. എന്നാൽ 3 ത്വലാഖും ഒന്നിച്ചു നിർവഹിച്ചാൽ അത് ത്വലാഖ് സംഭവിക്കുകയില്ല എന്ന് നിലവിൽ 5-ൽ 3 ജഡ്ജിമാരുടെ വിധി ഇന്ത്യയിൽ നിലനിൽക്കെ പിന്നീടാണ് അതിൽ മറ്റൊരു ഓർഡിനൻസ് കൊണ്ടുവന്ന് അതിനെ ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കുന്നത്. എന്തിനാണ് അതിന്റെ ആവശ്യമുള്ളത്? 3 ത്വലാഖും ചൊല്ലിയാൽ ത്വലാഖ് പോകൂല എന്നാണ് ഇന്ത്യൻ കോടതി നിയമമെങ്കിൽ ആ വാക്ക് വെറുതെയായി എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരുത്തൻ ചൊല്ലിയാൽ പിന്നെ അത് ക്രിമിനൽ കുറ്റമാണെന്നും ആ കുറ്റവാളിയെ 5 വർഷം വരേക്കും ജയിലിൽ അടക്കണമെന്നും ആ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ പെണ്ണിന് അവൻ ചെലവിന് കൊടുക്കണമെന്നുമാണ് വിചിത്രമായ വിധി വന്നിട്ടുള്ളത്, ഓർഡിനൻസ് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ ആലോചിക്കണം, ഇതെന്താണ്? ഇത് ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആശയത്തെ തെറ്റായി സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും ഇസ്ലാമിക നിയമങ്ങള് അത് കാടത്വമാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്താനും വേണ്ടി ചില ഗൂഢശക്തികൾ ആസൂത്രണം ചെയ്യുന്ന ചിന്തയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സിവിൽ നിയമമാണ് ഇതെങ്കിൽ അതിനെ ക്രിമിനൽ നിയമവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഇവിടെ വിഷയങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ നീതി ന്യായ വിഷയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില സംഗതികളുണ്ട്. ഇന്നലെ ഇറങ്ങിയ പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇന്ത്യയുടെ സമുന്നത കോടതിയിൽ സേവനം ചെയ്തിരുന്ന 21 ജഡ്ജിമാർ ചേർന്ന്
അവരതാ ഒരു വലിയ ഹർജി കൊടുത്തിരിക്കുകയാണ്. ചീഫ് ജഡ്ജിക്ക് അവര് ഹർജി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ ഹർജിയിൽ പറയുന്നത്? നമ്മുടെ കോടതി സംവിധാനങ്ങൾ പക്ഷപാതിത്വത്തോടെ പ്രവർത്തിക്കുന്നു. ചില മതവിഭാഗങ്ങൾക്കെതിരെ, ചില വ്യക്തികൾക്ക് വേണ്ടി, ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അത് വഴിവിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ആശങ്ക അറിയിച്ച് വിരമിച്ച 21 ഹൈക്കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിലാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് ഇതാ കത്ത് നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ മാത്രം ഒരാശങ്കയല്ല. മുൻകാലത്ത് ഈ രാജ്യത്ത് നിയമം കൈകാര്യം ചെയ്തവർ പോലും, നിയമ സംവിധാനം പോലും ഇവിടെ ഇതാ പക്ഷപാതിത്വത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് ആശങ്കപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബാബരി മസ്ജിദിന്റെ വിധി പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. ആ വിധി പ്രസ്താവം കേട്ടുവന്ന ആളുകളൊക്കെ വേറെ ഒരു വിധിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ബാബർ ക്ഷേത്രം തകർത്തതിന് യാതൊരു തെളിവും ഇല്ല എന്നാണ്. അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിനും രേഖയില്ല. എന്നാൽ പള്ളി തകർത്തത് ക്രിമിനൽ കുറ്റമാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ് എങ്കിലും പള്ളിയും സ്ഥലവും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്നാണ് വിധി പറയുന്നത്. വളരെ വിചിത്രമായ ഒരു വിധിയായിരുന്നു അത്. സ്വാഭാവികമായും ഈ ജഡ്ജിമാരൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചത് ഇതുപോലുള്ള വിധിയുടെ പേരിലായിരിക്കാം. അതുപോലെ വലിയ വലിയ കൊലക്കുറ്റങ്ങളും കൂട്ടക്കൊലകളും നടത്തിയ ആളുകൾ യാതൊരു പൊറലുമേൽക്കാതെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജഡ്ജിമാരുടെ പോലും മനസ്സിനെ സ്വാധീനിക്കും വിധത്തിൽ ബഹുസ്വരത ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം സമൂഹത്തെ ബോധവൽക്കരിക്കണം. നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരെപ്പോഴും ഈ ബഹുസ്വരത നിലനിന്നെങ്കിലേ ഈ രാജ്യത്തെ ജനങ്ങൾ ഐക്യത്തോടെ നിലനിൽക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ നാട് നേരിടുന്ന മറ്റൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് വർഗീയത എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷയമാണ് വർഗീയത. അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ 2 വാഹനങ്ങൾ ഒന്ന് തിരക്കിന്റെ ഇടയിൽ ഒന്ന് പരസ്പരം ഉരസിപ്പോയാൽ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. അവിടെ ഇടപെടുന്ന ആളുകളുടെ സ്വഭാവ രീതികൾ നമുക്ക് കാണാൻ കഴിയും. ഈ വാഹനത്തിൽ ആരാണ്, ആ വാഹനത്തിൽ ആരാണ്. പരിസരവാസികൾ വന്ന് നോക്കുകയാണ്. ഇതിൽ നമ്മളെ പാർട്ടിക്കാരനാണോ, നമ്മളെ നാട്ടുകാരനാണോ, നമ്മളെ യൂണിയൻകാരനാണോ, നമ്മളെ മതക്കാരനാണോ, നമ്മൾ അവന് വേണ്ടി സംസാരിക്കണം എന്നൊരു ചിന്തയിലേക്ക് വരികയാണ്. ഇവിടെ നീതി ആരുടെ പക്ഷത്താണ്, ന്യായം ആരുടെ കൂടെയാണ്, ഇതൊന്നും ആരും നിരീക്ഷിക്കുന്നില്ല. എല്ലാവരും നോക്കുന്നത് അവനവന്റെ ആളാണോ, അവന് വേണ്ടി സംസാരിക്കുക, അവനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, മറ്റേ ആളെ നമ്മൾ എതിർക്കുക. ഈ ഒരു തരത്തിലേക്ക് പോകുകയാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടായാൽ അവിടെ നീതിയും ന്യായവും നോക്കിയല്ല ആളുകൾ ഇടപെടുന്നത്, ജാതിയും മതവും പാർട്ടിയും നോക്കിയാണ്. ഇത് വർഗീയതയല്ലേ? ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് വിളിക്കുമ്പോൾ പോലും ആ ഓട്ടോറിക്ഷ ഓട്ടുന്നവന്റെ ജാതിയും മതവും പാർട്ടിയും ഭാഷയും ഒക്കെ പരിശോധിക്കുന്ന കാലാവസ്ഥ അത് നല്ലതാണോ? ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പോകുന്നയാള് കടക്കാരന്റെ പാർട്ടി പരിശോധിക്കുകയാണ്. അവൻ ഏത് യൂണിയനിലാണ് അംഗത്വം എടുത്തത്, അവന്റെ ജാതി ഏതാണ്, മതം ഏതാണെന്ന് പരിശോധിക്കുന്നു. ഒരു തൊഴിലാളിയെ ജോലിക്ക് വിളിക്കുമ്പോൾ അവന്റെ മതവും പാർട്ടിയും പരിശോധിക്കപ്പെടുന്നു. എത്രമാത്രം സങ്കുചിതമായ ഒരു ചിന്തയാണിത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഓരോരുത്തരും അവനവനിലേക്കും അവന്റെ സമൂഹത്തിലേക്കും അവന്റെ പാർട്ടിയിലേക്കും ഉൾവലിഞ്ഞാൽ പിന്നെ നാം ഇന്ത്യൻ ജനത എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളിൽ രൂപപ്പെട്ടു വരുന്ന വർഗീയത എന്ന് പറയുന്നത് ഒരു വലിയ അഗ്നിപർവ്വതമാണ്. ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളി മതിയാവും അതൊരു വിസ്ഫോടനമായി മാറാൻ. അതിനാൽ സമൂഹത്തെ നാം ബോധവൽക്കരിക്കണം. അപകടകരമായ ഈ അബദ്ധസഞ്ചാരത്തിൽ നിന്ന് അവരെ നമ്മൾ തിരിച്ചു നടത്താൻ ശ്രമിക്കണം. നമ്മൾ അങ്ങനെയായിരുന്നില്ല ഇവിടെ ജീവിച്ചു പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരാശയമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, വർഗീയതയുടെ പേരിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നവൻ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, വർഗീയ സംഘട്ടനത്തിന് വേണ്ടി മുൻകൈയെടുത്തു പോയി അതിൽ കൊല ചെയ്യപ്പെട്ടവന്
രക്തസാക്ഷിയുടെ പരിവേഷം നൽകേണ്ടതില്ല, അവൻ ഈ ഉമ്മത്തിന്റെ അംഗത്വം നഷ്ടപ്പെട്ടവനാണെന്ന് ധീരമായി പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശമാണ് SYS-ന് പറയാനുള്ളത്. അതോടൊപ്പം എല്ലാ ജനവിഭാഗത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. നാം വർഗീയതയെ തള്ളിപ്പറയണം. നീതിയോടൊപ്പമാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. ന്യായത്തിന്റെ കൂടെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. നമ്മളെ ആള് എന്ത് അനീതി ചെയ്താലും നമ്മൾ അവന്റെ കൂടെ അവന്റെ രക്ഷകനായി നിൽക്കണമെന്നല്ല. രണ്ട് പക്ഷമേ ഉണ്ടാവൂ, നീതിയുടെയും അനീതിയുടെയും പക്ഷം. നമ്മൾ ആരാണെങ്കിലും നീതിയുടെ കൂടെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. നമ്മൾ പഠിപ്പിച്ച ധാർമ്മികത അതാണ്. അറിയാലോ നിങ്ങൾക്ക്, മഹാനായ 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവര് ജമൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോയപ്പോൾ അവിടത്തെ വാഹനത്തിൽ നിന്ന് അവിടത്തെ വാള് നഷ്ടപ്പെട്ടു പോയി. ആ വാള് പിന്നീട് കാണുന്നത് മദീനയിലെ ഒരു ജൂതനായ ചെറുപ്പക്കാരന്റെ കൈവശമാണ്. മഹാനവറുകൾ ആ വാള് കണ്ടപ്പോൾ താൻ അധികാരിയാണ്, ഖലീഫയാണ്, വേണമെങ്കിൽ അത് പിടിച്ചെടുക്കാം, പക്ഷേ നിയമവിധേയമായിട്ടാണ് ഭരണകൂടമുള്ള നാട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഖലീഫ എന്ത് ചെയ്തു? കേസ് കൊടുക്കുകയാണ്. അന്നത്തെ ചീഫ് ജഡ്ജിയായ ഖാദി ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കോടതിയിലാണ് കേസ് കൊടുക്കുന്നത്. അങ്ങനെ കേസ് സ്വീകരിച്ചു, വിചാരണ ആരംഭിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോട് ഖാദി ശുറൈഹ് റഹിമഹുല്ലാ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നിയമമുണ്ടെന്താണ്, അത് തെളിവ് നിരത്തേണ്ടത് വാദിയാണ്. ഇവിടെ നിങ്ങളാണ് വാദിക്കുന്നത്. വാള് നിലവിൽ കൈവശമുള്ളത് ആരെ കയ്യിലാണ്? ജൂതന്റെ കയ്യിലാ. നിങ്ങൾ വാദിക്കുന്നു, അത് നിങ്ങളുടേതാണ്. അതുകൊണ്ട് അതിന് തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റണം. ഇന്നത്തെ തോക്കിന്റെ ഒന്നും മാതിരി നമ്പറോ അല്ലെങ്കിൽ അതിന് പ്രത്യേക രജിസ്ട്രേഷനോ ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്റേതാണ് വാള്, അതിൽ യാതൊരു സംശയമില്ല, പക്ഷേ അതിന് വേറെ രേഖകളൊന്നുമില്ല. മഹാനായ ഖാദി ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നാൽ നിവൃത്തിയില്ല, അത് ആരെ കൈവശത്തിലാണോ ഉള്ളത് അത് അയാൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ജൂതന് വേണ്ടി വിധിക്കുകയാണ്. ആ ജൂതനായ ചെറുപ്പക്കാരൻ വല്ലാതെ ചിന്തിച്ചുപോയി. അയാൾക്കറിയാം ഇത് അലി റളിയല്ലാഹുവിന്റെ വാളാണ്. അലി റളിയല്ലാഹു അടുത്ത ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി വാദിച്ചിട്ട് പോലും നീതിയോടൊപ്പം നിലനിന്ന പ്രത്യയശാസ്ത്രം, അതാണ് ഏറ്റവും സുന്ദരമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്യമുച്ചരിച്ച് ഇസ്ലാമിൽ അംഗത്വം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ട SYS-കാരെ, നമ്മൾ ഈ നിലപാടിന്റെ ആളുകളാവണം. നമ്മൾ നീതിയുടെയും ന്യായത്തോടും ഒപ്പമാവണം. വർഗീയതയുടെ പിന്നാലെ നമ്മൾ പോകരുത്. അത് അത്യന്തം അപകടകരമാണ്. മുത്തുനബിയോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, മൽ അസബിയത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, എന്തിനാണ് വർഗീയത എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൻതുഈന അഖാക അലാ ദുൽം. വർഗീയത എന്ന് പറഞ്ഞാൽ നിന്റെ ആള്, അത് നിന്റെ പ്രസ്ഥാനക്കാരനാവാം, മതക്കാരനാവാം, കുടുംബക്കാരനാവാം, നാട്ടുകാരനാവാം, നീയുമായി ബന്ധപ്പെട്ട നിന്റെ ഒരു സഹോദരൻ അവൻ ഒരക്രമം ചെയ്തപ്പോൾ അവൻ നിന്റെ ആളാണല്ലോ എന്ന വർഗബോധം വെച്ച് അതിനെ സഹായിക്കലാണ്. അതൊരിക്കലും പാടില്ലതാണ് വർഗീയത. അപ്പൊ നമ്മളാള് ഒരനീതി ചെയ്താൽ അതിനെ പിന്തുണക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ഇന്ന് ആ ഒരു വിധത്തിലുള്ള ചിന്ത, ആ വർഗീയ ചിന്ത മനുഷ്യരെ മനസ്സിൽ വിതക്കുന്നതിന് മുൻകൈയെടുക്കാൻ ഭരണകൂടം പോലും തയ്യാറാകുന്ന കാഴ്ചയാണ് നമ്മളെ ആദിപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതും. അത് പലതിന്റെയും പേരിലാവാം, കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലാവാം, മറ്റു പലതിന്റെയും പേരിലാവാം. എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കാൻ ഏത് വർഗീയ കാർഡിറക്കിയാണെങ്കിലും വേണ്ടിയില്ല, നമുക്ക് ഭരണം നിലനിർത്തണം. രാജ്യവും രാജ്യത്തെ ജനങ്ങളും പരസ്പരം തകർന്ന് പിരിഞ്ഞാലും വേണ്ടിയില്ല. താൽക്കാലികമായ അധികാരത്തിന് വേണ്ടി ജനങ്ങളെ വിഭജിക്കുന്ന, ഭിന്നിപ്പിക്കുന്ന വർഗീയത, അത് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതിനെതിരെ സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കണം. നമ്മളെപ്പോഴും അതിന്റെ എതിർപക്ഷത്ത് നീതിയോടൊപ്പം ഉണ്ടാവണം. അതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന സന്ദേശം.
അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ധാരാളം സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നമ്മളെ രാജ്യത്ത് ഇന്ന് 142.5 കോടി ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത് എന്ന് ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സിറാജ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. ചൈന നമ്മുടെ പിന്നിലാണ്. അപ്പൊ ഇത്രയും വലിയൊരു ജനസംഖ്യ നമ്മളെ മുമ്പിലുണ്ടെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും യുവാക്കളാണ്. ലോകത്ത് ഏറ്റവും അധികം യുവാക്കൾ താമസിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ യുവത്വം എന്ന് പറയുന്ന മാനവ വിഭവശേഷിയെ നമ്മൾ സക്രിയമായി ഉപയോഗപ്പെടുത്താൻ തയ്യാറായാൽ ഇന്ത്യ രാജ്യത്ത് 36 കോടി ജനങ്ങൾ ചാളകളിലും ചേരിപ്രദേശങ്ങളിലും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഈ യുവതയെ നമ്മൾ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. പക്ഷെ എന്താണ് അവസ്ഥ? നമ്മളെ യുവത്വത്തിന് അതാ സ്വബോധമില്ല. എഴുന്നേറ്റ് നിന്നാൽ കാലുറക്കുന്നില്ല. മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പിടിയിലമർന്നുകൊണ്ട് ഈ രാജ്യത്തെ യുവത ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആനന്ദലഹരി മറ്റൊരു ഭാഗത്ത് അവരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അലക്ഷ്യമായി ആർമാദിച്ചു നടക്കുന്ന വലിയൊരു യുവജന വിഭാഗം ആൺ പെൺ വ്യത്യാസമന്യേ ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുവത്വത്തെ നശിപ്പിച്ചു കളയുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ നാം പ്രവർത്തിച്ചില്ല എങ്കിൽ, അവരെ കൈപിടിക്കാൻ നാം യുവാക്കൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, നമ്മളെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഒരു കപ്പലിലൂടെ യാത്ര പോകുകയാണ് ഒരു സംഘം. ആ സമയത്ത് ഓരോരുത്തർക്കും ഇരിപ്പിടം കൊടുത്തു. എല്ലാവരും അവിടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പം ഒരാൾ തന്റെ ഇരിപ്പിടത്തിലിരുന്ന് അയാൾക്ക് വെള്ളത്തിനു വേണ്ടി അവിടെ ദ്വാരമുണ്ടാക്കി അതിലൂടെ എളുപ്പത്തിൽ വെള്ളമെടുക്കാൻ നോക്കുകയാണ്. മറ്റുള്ള ആളുകൾ അതിനെ വിമർശിപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കനുവദിച്ച സ്ഥലത്ത് ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞ് അയാൾ വീണ്ടും അവിടെ വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, സമൂഹത്തിൽ ഒരാൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അവന്റെ കൈക്ക് പോയി നിങ്ങൾ പിടിച്ചില്ല എങ്കിൽ നിങ്ങളും കപ്പലും ഒന്നിച്ചു മുങ്ങിച്ചെത്തു പോകുമല്ലോ. ഇതേപോലെയാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ. അത് ഉടലെടുക്കുമ്പോൾ അത് അവിടെയല്ലേ, മറ്റേ വീട്ടിലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടിയെത്തും, നമ്മളെ മക്കളെ തേടിയെത്തും. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് വളരെ അപകടകരമായ രീതിയിലൂടെയാണ് ഈ വിഷയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രം കഴിഞ്ഞ വർഷം 8,000 കോടിയുടെ മയക്കുമരുന്നുകളാണ് പിടിച്ചിട്ടുള്ളത്. 2023 8,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ പിടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, പിടിക്കാത്തത് എത്രയാണ്. അതിന്റെ ഒരു 5% പിടിക്കുള്ളൂ, ബാക്കി പിടിക്കാത്തതാണ്. ഇത് വ്യാപകമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന് എല്ലാ പ്രോത്സാഹനവും നമ്മൾ കൊടുക്കുകയാണ്. കൊലപാതകം 84% നടക്കുന്നത് മദ്യത്തിന്റെ അകമ്പടിയോടുകൂടെയാണെന്ന് പഠനങ്ങൾ പറയുന്നത്. കയ്യേറ്റങ്ങൾ, അടിപിടികൾ 70% മദ്യലഹരിയിലാണ് നടക്കുന്നത്. ബലാത്സംഗം 69% നടന്നത് മദ്യത്തിന്റെ അകമ്പടിയോടെയാണ്. ഇവിടെ ഉണ്ടാകുന്ന വാഹന അപകടങ്ങളിൽ 80% മദ്യത്തിന്റെ പിൻബലത്തിലാണ് നടക്കുന്നത്. കുടുംബ പ്രശ്നങ്ങള് അത് മദ്യത്തിന്റെ അകമ്പടിയോടെയാണ്. വർഗീയ കലാപങ്ങള്, അതുപോലെ തന്നെ കളിസ്ഥലങ്ങളിലെ സംഘടനകള്, ഇതിന്റെ എല്ലാം പിന്നിൽ മദ്യവും ലഹരിയുമാണെങ്കിൽ അതിലൂടെ മാത്രം പണമുണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ വരുമാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വബോധമില്ലാത്ത, കാലുറക്കാത്ത ഒരു യുവജനതയെ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വികസിത രാഷ്ട്രത്തെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുക? അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളോടും ഭരണാധികാരികളോടും നമുക്ക് പറയാനുള്ളത്, ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യ അതായിരുന്നില്ല, മദ്യമുക്ത ഇന്ത്യയായിരുന്നു. ലഹരിക്കെതിരെ ഒന്നിച്ച് പടപൊരുതുന്ന ഇന്ത്യയായിരുന്നു. ആ രീതിയിലേക്ക് ഇന്ത്യയുടെ വികസനത്തിനു വേണ്ടി നമ്മൾ ഏറ്റവും ഊന്നൽ നൽകേണ്ട, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാമൂഹ്യ പ്രശ്നമായി ഇത്തരം ലഹരികളെ നമ്മൾ കാണണം. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തന്നെ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാനവ വിഭവശേഷി നിഷ്ക്രിയമായി നിന്നാൽ അതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ചൈന സാമ്പത്തികമായി ഏറെ മുന്നിലെത്താനുണ്ടായ കാരണം അവരുള്ള യുവാക്കളെ കർമ്മനിരതരാക്കി എന്ന് പറയുന്നതാണ്.
ഏത് റോഡ് സൈഡിൽ നിന്ന് എന്ത് സാധനം വാങ്ങിയാലും മേഡ് ഇൻ ചൈന എന്ന പേര് നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ കുടിൽ വ്യവസായങ്ങളും അല്ലാത്ത ചെറുകിട വൻകിട വ്യവസായങ്ങൾക്ക് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകി ചെറുപ്പക്കാരെ സക്രിയമാക്കിയപ്പോൾ അവരെ നാടിന് പുരോഗതി ഉണ്ടായി. ഇവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂലിത്തല്ലുകാരായി, വർഗീയ കലാപങ്ങളുടെ നടത്തിപ്പുകാരായി നമ്മളെ യുവാക്കളെ ഇളക്കി വിട്ടതുകൊണ്ട് നമ്മളെ രാജ്യത്തിനൊന്നും നടാൻ പോകുന്നില്ല. അതുകൊണ്ട് പള്ളിയുടെയും അമ്പലത്തിന്റെയും ചർച്ചിന്റെയും പേര് പറഞ്ഞ് യുവാക്കളെ കൂടെ നിർത്തുന്നതിന് പകരം അവർക്ക് നമ്മൾ ജോലിയാണ് നൽകേണ്ടത്. ഇന്ന് തൊഴിൽ നൽകുന്ന വിഷയത്തിൽ വളരെ വളരെ വയ്യോട്ടാണ് ഇന്ത്യ രാജ്യമെന്ന വസ്തുത കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ തൊഴിൽ നൽകാൻ ആവാത്ത വിധം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് മുഴുവനും വിറ്റുതുലച്ചു. തുറമുഖങ്ങളെല്ലാം വലിയ വലിയ സമ്പന്നര കൈകളിൽ എത്തിച്ചേർന്നു. വിമാനത്താവളങ്ങൾ ഓരോന്നും പിടിച്ചെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിക്കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളടക്കം റെയിൽവേ സംവിധാനമടക്കം സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. എങ്ങനെയാണ് നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുക? ഗവൺമെന്റിന് തൊഴിൽ കൊടുക്കാൻ എവിടെയാണ് അവസരങ്ങൾ ഉള്ളത്? ഓരോ തെരഞ്ഞെടുപ്പുകൾ മാറി മാറി വരുമ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ ഉറക്കെ വിളിച്ചു പറയുന്നത് അത്ര കോടി തൊഴിൽ നൽകും, ഇത്ര ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നാണ്. തൊഴിലവസരങ്ങളെല്ലാം അത് ഇല്ലാതെയാക്കുകയും സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുകയും ചെയ്യുമ്പോൾ ഒരിക്കലും വ്യവസ്ഥാപിതമായ രീതിയിൽ അവസര സമത്വത്തോടുകൂടി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തൊഴിൽ കിട്ടുന്ന സംവിധാനം ഉണ്ടാകൂല. സ്വകാര്യ വ്യക്തികളാകുമ്പോൾ അവർക്ക് സ്വകാര്യ താല്പര്യങ്ങൾ ഉണ്ടാവും. ഇന്ത്യക്കാരൻ എന്ന നിലക്ക് അവർക്ക് അവകാശങ്ങൾ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിൽ നമ്മളെ തൊഴിലവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ വിഷയങ്ങളും പ്രതിസന്ധികളും ഇവിടെ നിൽക്കുമ്പോ, മദ്യത്തിലും മയക്കുമരുന്നിലും യുവജനത ആറാടുമ്പോ അതിനൊന്നും ഒരു പരിഹാരമുണ്ടാക്കാതെ അത് നിരോധിക്കണം എന്ന് പറയുന്നത് നിർദ്ദേശക തത്വത്തിലെ ഒരു പ്രധാന ആശയമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തുന്ന വ്യക്തി ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരെ മതമനുസരിച്ച് ജീവിക്കാനുള്ള വ്യക്തി നിയമം അതെടുത്തു കളഞ്ഞ് ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴും വർഗീയതയുടെ ചില ആശയങ്ങൾ ഇവിടെ നിലനിർത്തി ഭൂരിപക്ഷത്തെയോ ന്യൂനപക്ഷത്തെയോ ഒക്കെ കൂടെ നിർത്താമെന്നാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരാരും ഇന്ത്യ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവരുള്ള കാലത്തോളം ഭരണം അവരെ കയ്യിൽ നിലനിൽക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ജനതയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തി. അവരാണ് ഉണർന്നു നിൽക്കേണ്ടത്. ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടാകേണ്ടത് അവർക്കാണ്. അവരുണർന്നു നിന്നാൽ തീർച്ചയായും ഇത്തരം വഴിവിട്ട രാഷ്ട്രീയ ദുഷ്ടലാക്കുകളെ നമുക്ക് തടഞ്ഞു നിർത്താൻ തീർച്ചയായും സാധിക്കും. അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണവും അതിനുവേണ്ടിയുള്ള പ്രചാരണ പരിപാടികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏറ്റെടുത്തുകൊണ്ടാണ് SYS അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ പ്രമേയത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആശയത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി, നാടിനെ നിർമ്മിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനു വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. SYSന് നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രസ്ഥാനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സങ്കുചിത കക്ഷി രാഷ്ട്രീയമല്ല. നിലവിലുള്ള രാഷ്ട്രീയം അങ്ങനെയാണ്. തന്റെ പാർട്ടിക്കാരൻ എന്ത് അനീതി ചെയ്താലും എന്റെ പാർട്ടി ചെയ്തു എന്നതിനെ ന്യായീകരിക്കുക. ഇതാണല്ലോ പുതിയ യുവജന സംഘങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതല്ല. ആരാണ് നന്മ ചെയ്യുന്നത്, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ നല്ലതിന് നമുക്ക് പിന്തുണക്കാൻ കഴിയണം. എന്നാൽ തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അതിനെ തിരുത്താനും അതിനെതിരെ കലഹം വെക്കാനും നമുക്ക് സാധിക്കണം. ഒരിക്കലും നമ്മൾ ഭയത്തോടുകൂടെ നിന്നാൽ ഈ രാജ്യത്തെ നമ്മൾ തകർക്കാൻ കൂട്ടുനിൽക്കുന്നവരാകും. പ്രതിപക്ഷത്തിന് പോലും പലപ്പോഴും അവരെ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ ഇപ്പൊ ദയനീയമായ ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ അവര് നടത്തുന്ന പല പരിപാടികളിലും സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനാരെയാണ് നമ്മൾ കുറ്റം പറയുക? ഭരണപക്ഷത്തിന്റെ ഭീഷണി അത്രയും വലുതാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ
അങ്ങനെയുള്ള ഭീഷണികൾക്ക് പേടിക്കേണ്ടവരാണോ പ്രതിപക്ഷം? ഇതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറയുമെന്ന് പേടിച്ച് കൊടി പിടിക്കാതെ പോകുകയാണോ? അപ്പൊ ആ പാകിസ്ഥാന്റെ പച്ച നിറമുള്ള കൊടി പിടിച്ചാൽ അത് മറ്റുള്ളവർക്ക് കൊടി പിടിക്കാതിരുന്നാൽ അത് ഞങ്ങൾക്കൊരു മാനക്കേടാകും, അതുകൊണ്ട് നിങ്ങളും കൊടി പിടിക്കരുത് എന്ന് പറഞ്ഞ് മറ്റു കൊടിയും താഴ്ത്തി കെട്ടുക. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ പരാജയമല്ലേ? ഭരണപക്ഷത്തിന്റെ വിജയമല്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബോധവൽക്കരണം നടത്തണ്ടേ? മുസ്ലിം ലീഗിന് മാത്രമാണോ പച്ചപ്പതാകയുള്ളത്? INL മാത്രമാണോ പച്ചപ്പതാകയുള്ളത്? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏറെക്കാലം ഭരിച്ച പാർട്ടിയായ ജനതാദളിന്റെ ഇതുപോലും പച്ചപ്പതാകയല്ലേ? എന്തുകൊണ്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇത്തരം തെറ്റുദ്ധാരണകളെ തിരുത്താൻ മെനക്കെടാതെ ആരെങ്കിലും പേടിപ്പിക്കുമ്പോഴേക്കും പേടിച്ച് അരണ്ടുപോയാൽ പിന്നെ എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ നയിക്കാൻ ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുക? അതുകൊണ്ട് ധൈര്യപൂർവം തിന്മയെ തിന്മയായി കാണാനും അതിനാവശ്യമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി തെറ്റുദ്ധാരണകൾ തിരുത്താനുമാണ്. അല്ലാതെ പതാക താഴ്ത്തിക്കെട്ടുന്നതും എടുത്തു ഒഴിവാക്കുന്നതുമൊന്നും ബുദ്ധിപരമായ നീക്കങ്ങളല്ല. അതിനാൽ തന്നെ നമ്മളെ രാജ്യത്തിന് തകർച്ച നേരിടുന്ന ഏത് വിഷയമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിനതീതമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജാതി മത വർഗ പാർട്ടി ഭേദമന്യേ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നതാണ് SYS ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ പ്രമേയത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വിശദമായ ചർച്ചകളും പഠനങ്ങളും വരാനിരിക്കുകയാണ്. ഈ ചെറിയ സമയത്തുള്ള സമ്മേളനത്തിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ തെര്യപ്പെടുത്തി ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ പ്ലാറ്റൂൺ അംഗങ്ങളോട് ഇവിടെ നിർദ്ദേശിക്കാനുള്ള ചില ചെറിയ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ജില്ലാ സെക്രട്ടറി അത് നിങ്ങളെ തെര്യപ്പെടുത്തി നമുക്ക് ദുആയോടുകൂടെ പിരിയണം. അല്ലാഹു നമ്മളെ കൂടലും പിരിയലും അവന്റെ ത്വാഅത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.